അവിടെ സമയം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി കൂടെ പറയാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം എങ്ങനെയാണ് കർത്താവിനെ അറിഞ്ഞതെന്ന്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വളരെ വലിയൊരു പാഷനുള്ള ഒരു ദൈവത്തിന്റെ ദാസനാണ്. ജോലിയോടൊപ്പം ആണെങ്കിലും ആ ഒരു പാഷൻ അണയാതെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹം വിവാഹിതനായ ആണ്. 2 മക്കളുണ്ട്. സിസ്റ്റർ റിൻസി എന്നാണ് വൈഫിന്റെ പേര്. 2 മക്കൾ ജോഷുവ ആൻഡ് അനുഷ്ക. അവര് UK-യിലെ യൂത്ത് മീറ്റിംഗിന്റെ സമയത്തും അവരെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. വളരെ സന്തോഷത്തോടെ ഇന്ന് വചനം സംസാരിക്കാൻ കർത്താവിന്റെ ദാസൻ ഷിബു അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. Over to you. You can unmute yourself. Feel free. This is our family, Highland Emmanuel Fellowship. Pastor Arun Ramakrishnan and Sister Preeti is our senior pastor and his wife. So I think I have explained to him. So glad that you have joined us this evening. Feel free to talk in English, and I think almost all of us can follow English, and you can use Malayalam as and when appropriate. So over to you, Brother Shibu. Please, yeah. Thank you, Pastor. Thank you. I hope you can hear me. Yes. First of all, I thank you, Pastor, for inviting me. And I also want to extend my greetings to the Highlands Emmanuel Fellowship Church as well. And also greetings, Pastor Arun and his family as well. ഒരു വളരെ ഷോർട്ട് ടൈമില എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കണമെന്ന് ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മള് പല പ്രാവശ്യം ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ഒരിടത്ത് ചെന്ന് സംസാരിക്കാനൊക്കെ ഒന്നുമില്ല. പക്ഷേ ഇൻ ക്രിസ്ത്യൻ ലൈഫ് യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. അത് ദൈവത്തിന്റെ വരവ് എപ്പോഴാണ് നമുക്കറിയത്തില്ല. അപ്പം പ്രസംഗിക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും നമ്മളെ തന്നെ ഒരുക്കി ദൈവം എപ്പം വിളിക്കുന്നു ആ സമയത്ത് ആ കാഹളനാദത്തിൽ ദൈവത്തോട് എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുഖവരിയായിട്ട് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യാം. ഇറ്റ്സ് എ ബിഗ് ടെസ്റ്റിമണിയാണ്. എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ when I reflect on myself, യേശു പത്രോസിനോട് പറഞ്ഞു, നിന്നിൽ ഞാൻ സഭ പണിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഭവം തന്നെയായിരുന്നു. ബിക്കോസ് probably Peter didn't know what God was trying to tell him. അതുകൊണ്ടൊക്കെ തന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച ഒരു വലിയൊരു സംഭവമാണ്. ഇന്നും എൻ്റെ മാതാപിതാക്കൾ പാരമ്പര്യ ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ നാടും വീടും നിന്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വിട്ട് നിനക്കൊരു യാത്രയുണ്ടെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാരണമാണ്. പലപ്പോഴും നമ്മള് പല ആൾക്കാരോട് നമ്മൾ സുവിശേഷം പറയും. ബട്ട് വൺ തിങ് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. സംടൈംസ് യു കനോട്ട് വേസ്റ്റ് ടൈം. നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം സുവിശേഷം അറിയിപ്പിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യുക. ദൈവം അതുകൊണ്ടാ പറഞ്ഞത്, if you go to a town to preach the gospel, ദൈവം പറഞ്ഞ് ഒരു ഭവനം സ്വീകരിച്ചു കഴിഞ്ഞാൽ let the peace remain there. നിങ്ങൾ അവിടെ താമസിക്കുക. പക്ഷേ if they don't accept, then God says move on. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാഹചര്യം ലഭിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും ദൈവം എന്നിൽ പ്രവർത്തിച്ച വിധങ്ങളും ഒരു ടെസ്റ്റിമണി ഞാൻ കൊടുക്കുവാൻ എപ്പോഴും ഞാൻ ആ സമയത്ത് ഞാൻ ഉപയോഗപ്പെടുത്തും. I will take that opportunity when I get it. പക്ഷേ what I don't do is I don't try and then force things on him. ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നു, വചനത്താലും വചനത്തിന്റെ കേൾവിയാലും അതിനുപരി ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യനില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ, അതിനെ not just receiving it but to accept what you receive is a gift from God, and that is something that I cannot give, or anyone who is from a faith background cannot give. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. പക്ഷെ ദൈവം എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്, അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം അറിയിപ്പിക്കുക. പക്ഷേ
അത് ഉൾക്കൊള്ളാനും അത് ഗ്രഹിപ്പാനും അത് ഏറ്റെടുപ്പാനും അതെല്ലാം ദൈവസന്നിധിയിൽ അത് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ദൈവത്തിന് എന്നെ വളരെ സ്പർശിച്ച് ഞാൻ ദൈവദാസനിൽ കൂടെ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു സഹോദരി, പ്രത്യേകിച്ച് ഒരു സിസ്റ്റർ ഇവിടെ ഒരു കൺവെൻഷൻ ബന്ധത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഷിബു, ഞാൻ ഒരിടത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ നെക്സ്റ്റ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ദെൻ കം ബാക്ക് ഹോം ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഞാൻ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു. ഇനിയും ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. അത് എന്നെ ഒത്തിരി, അല്ലാതെ ഞാൻ മണിക്കൂർ അവിടെ ചെന്ന് സംസാരിച്ചു. ഞാൻ പറയേണ്ട കോർ എസെൻഷ്യൽസ് ഐ ഹാവ് ഗിവൻ ദം വാട്ട് ദേ നീഡ്. I have shown them. പക്ഷേ അത് ബാക്കിയുള്ള ഇനിയും that unlocking should happen from heaven. ഇന്ന് പകൽക്കാലം ആ അൺലോക്കിംഗ് ഞാൻ വിശ്വസിക്കുന്നു. പുതുതായിട്ട് വിശ്വാസത്തിലില്ലാത്ത ആരും ഇന്ന് സഭയിൽ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ ആരെയും if someone is not from a faith background, then ഇന്ന് പകൽക്കാലം അവർക്ക് ഇതൊരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ആയി തരട്ടെ. അവർക്കൊരു ചിന്തിപ്പാൻ ഒരു അവസരം ഇതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാന് ഗുജറാത്തിന്റെ ദേശത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ഇനി അടുത്ത കാര്യം പറയുന്നത് ചിലപ്പം ചിരിക്കുമായിരിക്കും. സാധാരണ നമ്മൾ മലയാളം സംസാരിക്കുക അല്ലെങ്കിൽ മലയാളം നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ മാതാപിതാക്കൾ കൂടാ. ഞാൻ നരേന്ദ്രമോദിയുടെ നാട്ടുകാരനാണ്. ഞാൻ നല്ലതായിട്ട് ഗുജറാത്തി സംസാരിക്കും, ഞാൻ ഗുജറാത്തി എഴുതും. പക്ഷെ മലയാളം ഞാൻ എഴുതിയുമില്ല, വായിക്കുകയുമില്ല. ഞാൻ പഠിച്ചത് മാഞ്ചസ്റ്ററിൽ വന്നിട്ടാണ് മലയാളം പഠിച്ചത്. നിങ്ങൾ ചിരിക്കും. സാധാരണ നമ്മൾ മാഞ്ചസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും ഇംഗ്ലീഷാ പഠിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ മറുഭാഗത്ത് ഞാൻ ഇവിടുത്തെ ദൈവസഭയിൽ വന്നിട്ടാണ് മലയാളം പഠിച്ചത്. എനിക്കത് ഈ ദൈവസഭയോട് വലിയൊരു കടപ്പാടുണ്ട്, എന്നെ ഇത്രത്തോളം മലയാളം പഠിപ്പിച്ചതിന്. അതുമല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവം ചിലത് ചെയ്തെടുക്കാൻ വേണ്ടി ചില ഒരുക്കങ്ങൾ ദൈവം ചെയ്യും. അത് നമ്മൾ യു ജസ്റ്റ് ഹാവ് ടു ഫോളോ ഇറ്റ് rather than you try and change. God will lead. അതാ ദൈവം നമ്മുടെ ഇടയനാണ്. സ്തോത്രം. ഒരു ദിവസം എന്റെ ടെസ്റ്റിമണി 25 cigarettes a day, ഒരു ബോട്ടിലൊക്കെ ഒരു വിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നോ പ്രോബ്ലം, എനിക്കൊരു വിഷയമല്ല. എന്നാൽ 2005 ഡിസംബറിൽ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് ദൈവം, ഞാൻ ദുബൈയുടെ ദേശത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ദേശത്തിൽ നിന്ന് ദൈവം അവിടുന്ന് പറിച്ച് ദൈവത്തിന് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാല് അവിടെ പ്രയോജനപ്പെടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാരമ്പര്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒരു എന്താ പറയാ എൻ്റെ വൈഫിനോട് അന്ന് ഞങ്ങള് പരസ്പരം സംസാരിക്കുകയും ദൈവം എൻ്റെ വൈഫിൽ കൂടെ സംസാരിച്ച് ഇതാ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദൈവം ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. അതൊക്കെ വലിയ ഞാൻ ചുരുക്കി പറയുക, ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ഇൻ എ വെരി ഷോർട്ട് വേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ദൈവത്തിന്റെ പദ്ധതികൾ വിശ്വാസത്തിലായിരിക്കുന്ന എൻ്റെ വൈഫിനെ ഞാൻ പാരമ്പര്യത്തിൽ അന്നായിരിക്കുന്ന ഒരാളിനെ ആ ഹൃദയം ഞങ്ങൾക്ക് കൊടുക്കുവാനും ആ ആലോചനയൊക്കെ ദൈവം കൊണ്ടുവന്ന് ഒരുമിച്ച് ആ പ്രപ്പോസലൊക്കെ കൊണ്ടുവന്ന് ദൈവം എത്ര ഭംഗിയായ രീതിയിൽ ദൈവം അത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ സമയത്ത് ഒരു വാക്ക്, നമ്മൾ പലപ്പോഴും ഒരു വാക്ക് സകലത്തെയും തെറ്റിക്കാം. one word could have separated it. പക്ഷേ ഒരു വാക്ക് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാനും ഇങ്ങനെ സംസാരിപ്പാൻ ദൈവം ഒരു അവസരം ഒരുക്കി. ടുഡേ ഐ am a testimony because of my almighty God. ആ ദൈവത്തിനായി ഞാൻ കല്യാണം കഴിച്ച് I still can't probably you will not believe. അന്നും ഞാൻ ആ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് 20-25 സിഗരറ്റ്സ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ബിഫോർ ഐ ടേക്ക് ഓഫ് ഐ സ്മോക്ഡ് ലാസ്റ്റ് ടൈം. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി വന്നിട്ട് പലപ്പോഴും ആൾക്കാർ പറയും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, യുവർ ചേഞ്ച്, സംടൈംസ് പീപ്പിൾ ഡ്രൈവ് ഇറ്റ് ഓർ സിറ്റുവേഷൻസ് ഡ്രൈവ് ഇറ്റ്, അല്ലെങ്കിൽ the word drives it.
പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുമല്ല ഉണ്ടായത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആ ഫ്ലൈറ്റിൽ അന്ന് ലാസ്റ്റ് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് അന്ന് 2005 അന്ന് ദുബൈന് ഞാൻ അവിടുന്ന് കയറി ഈ സമയം വരെ ടുഡേ ഇറ്റ്സ് ഓൾമോസ്റ്റ് 15 years ഞാൻ പല പ്രാവശ്യം റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയിട്ടില്ല. പല പ്രാവശ്യം ഞാൻ I have thought about quitting but then went back, never could do it. പക്ഷേ അന്ന് ആ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ തൊട്ടു. അന്ന് രാത്രികാലം ഞാൻ വിശ്വാസത്തിലായിട്ടില്ല, പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മുടെ കണ്ണും കൊണ്ട് നമുക്കത് കാണാൻ കഴിയത്തില്ല. There is a God, there is that good shepherd who is walking ahead of us. ആടുകളെ മേയ്ക്കുന്ന നല്ല ഒരു ഇടയെ നമുക്ക് വേണ്ടി മുന്നമേൽ പോകുന്നുണ്ട്. അതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ. സ്തോത്രം. അന്ന് ഞാൻ ലാസ്റ്റ് സിഗരറ്റ് ബിഫോർ ബോർഡിങ് ഞാൻ വലിച്ച ഒരു സിഗരറ്റ് ആണ്. ഞാൻ ഇവിടെ സാധാരണ UK വന്നു കഴിഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആൾക്കാര് ഇന്ത്യയിൽ അല്ലായിരുന്നു ഇവിടെ വന്നിട്ട് they have turned away in so many ways. ഇതൊക്കെ വളരെ ഇവിടെ എന്ന് പറഞ്ഞ ഡ്രിങ്ക്സ് ആൻഡ് സ്മോക്കിംഗ് is so prevalent. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ നോർമൽ ആണ്. പക്ഷേ എൻ്റെ ദൈവം ഈ ദേശത്തിൽ കൊണ്ടുവന്നു. എനിക്കൊരു റീഹാബിലിറ്റേഷനും വേണ്ട, ഒന്നും വേണ്ട. അന്ന് രാത്രിയിൽ എന്നെ ദൈവം സൗഖ്യമാക്കിയെന്ന് എനിക്ക് പറയാൻ കഴിയും. സ്തോത്രം. എത്ര നല്ലവനായ ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പാരമ്പര്യത്തിൽ കടക്കുന്ന എന്നെ എല്ലാ സൈഡിൽ നിന്ന് ദൈവം വഴി അടച്ച് എനിക്ക് പോകുവാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ആ ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ പോകുവാൻ വേണ്ടി മാത്രം ദൈവം എനിക്ക് അവസരം ഒരുക്കി. ബാക്കി എല്ലാ വഴികളെയും ദൈവം അടച്ച്. സ്തോത്രം. എൻ്റെ ദൈവം ഒരു കാല് വെച്ച് കഴിഞ്ഞാല് സ്തോത്രം പിന്നെ അതിനെ ആർക്കും തടുക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കും. ദൈവം ഒരു സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. And then you just have to follow. ഞാൻ അതിനെ എതിർക്കാൻ പോയില്ല. I just followed the way that God showed me. എപ്പോഴും ദൈവത്തിൽ ദൈവത്തോട് വലിയൊരു ഭയം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതം, അതിന്റെ എസെൻസ് ഓഫ് ദാറ്റ് കോർ ക്രിസ്ത്യൻ ലൈഫ് I was still lacking. പക്ഷേ എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചു. സ്തോത്രം. 2006 എനിക്ക് ദൈവത്തെ സ്വീകരിപ്പാൻ ദൈവം ഒരു അവസരം ദൈവം ഒരുക്കി. എത്ര വലിയവനായ ഒരു ദൈവമാണ്. ഞാൻ വളരെ ചുരുക്കി I have shortened my big story of transformation or change and how I could come to faith. ദൈവം അനുഗ്രഹിച്ച വിധങ്ങൾ അത് പിന്നോട്ട് നോക്കേണ്ടി വന്നില്ല. അബ്രഹാമും അത് തന്നെയാ ചെയ്തത്. എനിക്ക് പറയാൻ കഴിയും, അബ്രഹാമിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. അബ്രഹാമിനു വേണ്ടി വിശ്വസ്തത പുലർത്തിയ ദൈവം എനിക്കും വിശ്വസ്തനാണ്. സ്തോത്രം. എൻ്റെ ഒരു ടെസ്റ്റിമണിയാണ്. ഒത്തിരി എനിക്ക് പറയുവാനുണ്ട്. ദൈവം പല പ്രാവശ്യം എനിക്ക് രോഗം വന്ന് ക്യാൻസറിന്റെ രോഗം ലാസ്റ്റ് സ്റ്റേജില് അവർ ഡയഗ്നോസ് ചെയ്യാൻ പോയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതെന്റെ ട്രൂ ജീവിതത്തിൽ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. എത്ര സാക്ഷ്യങ്ങൾ. ദൈവം സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും ഞാൻ കെ പാസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ചോദ്യമുണ്ട്. ഹൂ ആം ഐ ഫോളോയിങ്? സ്തോത്രം. ഞാൻ ഒരു പാസ്റ്ററിനെയാണോ ഫോളോ ചെയ്യുന്നേ? ഞാൻ ഒരു സഭയാണോ ഫോളോ ചെയ്യുന്നേ? ഞാൻ എന്നെ അനുഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്നെ വഴി നടത്തുന്ന ദൈവം അല്ലെ നിത്യതയുടെ വഴി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എനിക്ക് ജീവനെ തന്നെ ആ ദൈവത്തെ ആണോ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജേർണി, ഹല്ലേലൂയ, ദാറ്റ് ജേർണി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ഹൂ ഈസ് ഇറ്റ് ഫോർ? ഒരു ചോദ്യം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടും ചോദിക്കാനുണ്ട്. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദാറ്റ് ഗുഡ് സമാരിറ്റൻ. ഒരു നല്ല ഒരു വൈദ്യൻ ഈ യാത്രയിൽ നമുക്കുണ്ട് കേട്ടോ. സ്തോത്രം. അവന് മുറിവ് കെട്ടുവാൻ വേണ്ടി ബാൻഡേജ് ഉണ്ട്. സ്തോത്രം. അവനെ ശുശ്രൂഷിപ്പാൻ പണമുണ്ട്. അവന്റെ കരത്തിൽ സകലതും, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്.
അവന്റെ മാർഗത്തിൽ അവന്റെ പക്കൽ വളരെ സന്തോഷവും അനുഗ്രഹവും അവന്റെ പക്കലുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അത് ചെയ്യാൻ കഴിയുന്നില്ല. ഐ ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ. എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. പലപ്പോഴും എനിക്ക് കുറവുകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു. സ്തോത്രം. പക്ഷെ കുറവില്ലാത്ത ഒരു ദൈവം എന്നെ വഴി നടത്തുന്ന ഓർത്ത് എൻ്റെ കുറവുകളെ കഴുകി നല്ല രീതിയിൽ എന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് പകൽക്കാലം ദൈവജനമേ നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. ഒരു ദിവസം 1200 പേരാ ഈ ദേശത്തില് UK ഡ്യൂ ടു കൊറോണ വൈറസ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പ്രത്യാശയോടായിരിക്കുന്ന ഇല്ലെങ്കിൽ, ഇഫ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഹോപ്പ്, ഞാൻ എങ്ങനെ മുന്നോട്ട് എൻ്റെ ജീവിതം നയിക്കും? എന്നോട് ജനം ചോദിക്കും, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഷിബു എങ്ങനെ ആയിരിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിന്ന് പകൽക്കാലം പറയാൻ കഴിയും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ എനിക്ക് ഒരു മാറ്റം ദൈവം വരുത്തിയിട്ടില്ല. എനിക്കത് പറയാൻ കഴിയും. അത് ഉറപ്പോടെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഒരു മറുപടിയുള്ളൂ. അത് എൻ്റെ ദൈവത്താൽ മാത്രം എനിക്ക് കഴിയുന്നു. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നമുക്ക് ഉയർത്താം. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി ഉണ്ട് സാക്ഷ്യം. ഒത്തിരി മണിക്കൂറുകൾ എനിക്ക് പറയുവാനുള്ള ഒരു സാക്ഷ്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ വിളിച്ചവൻ വിശ്വസനാണെന്ന് എനിക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം അബ്രഹാമേ, നിന്റെ ഹല്ലേലൂയ നിന്നെ വെൽക്കം ചെയ്യുവാൻ that highest priest in the order of Melchizedek, he is coming. എതിരേൽപ്പാൻ he is coming to welcome you. ഇന്ന് പകൽക്കാലം അത് നമ്മുടെ വിശ്വാസ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയുമോ? പ്രയാസത്തിന്റെ നടുവിൽ നിന്നെ വെൽക്കം ചെയ്യുവാൻ, അല്ലെങ്കിൽ where you are discomforted, ആ സിറ്റുവേഷനിൽ നിന്നെ വെൽക്കം ചെയ്യുവാൻ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. എളുപ്പന്ന് പെട്ടെന്ന് I've only been given 30 minutes and I want to conclude. I don't think so I can conclude everything, but I would want to read one passage. എനിക്ക് ഒരു passage, it'd be really grateful if someone can read the passage for me. സ്തോത്രം. ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ ഒരു സങ്കീർത്തനമല്ല, പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഇതൊരു ന്യൂ ഇയർ മെസ്സേജിന്റെ കൂട്ട്. സ്തോത്രം. ഐ വോണ്ട് ടു പ്രസന്റ് ബിഫോർ യു. സ്തോത്രം. സങ്കീർത്തനമല്ല, ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ തന്നെ ഇംഗ്ലീഷിൽ വായിക്കാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നു. ബട്ട് ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഫോർ അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അത് ആദ്യത്തെ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ, ടു ഹിം ബി ഗ്ലോറി ബോത്ത് നൗ ആൻഡ് ഫോർ എവർ മോർ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിന്റെ പിന്നിൽ ഒരു ആമീനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നുന്നു. നമ്മളെപ്പോൾ ആമീൻ പറയുന്നേ? നമുക്ക് പ്രത്യാശ ഉള്ളപ്പോഴാണ്, ഇല്ലയോ? ഒരു കൺഫർമേഷൻ നമുക്കുള്ളപ്പോഴാണ് നമ്മൾ ആമീൻ പറയുന്നേ, ഇല്ലയോ? അല്ലേ? ദൈവമേ ഇത് സംഭവിക്കണേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആമീൻ പറയുന്നേ, ഇല്ലയോ? ഞാൻ അതിനെക്കുറിച്ച് സമയം ഉള്ളപ്പം ഇനിയും ചിലപ്പം പറയാം. ഇന്ന് എനിക്ക് ചിലപ്പം പറയാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്ക് ആരെയും സംതിങ് ലൈക്ക് എ കേഴ്സ്, ഒരു ശാപമാണെങ്കിൽ നമ്മൾ ആമീൻ പറയുമോ? പറയത്തില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ.
നേരെ തിരിച്ച പുതിയ നിയമത്തില് കേട്ടോ. സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തിരിച്ച ഈ ആമേൻ എപ്പോഴാ വന്നേന്നറിയാമോ? ആമേൻ പുതിയ നിയമത്തിലാ. അനുഗ്രഹത്തിന്റെ പിന്നിലാ നമ്മൾ ആമേൻ ചേർക്കുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ എന്തുവാന്നറിയാമോ? എവിടൊക്കെ നിങ്ങൾ ഒരു ശാപം, where you pronounce a curse, ജനം എന്തോ പറയുമായിരുന്നെന്നറിയാമോ? ആമേൻ എന്ന് പറയുമായിരുന്നു. എന്നാ ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ അവർ ഒരിക്കലും ആമേൻ ചേർക്കത്തില്ലായിരുന്നു. I don't know if we know that. സ്തോത്രം. You have to go back. ഹിസ്റ്ററി വായിച്ചു നോക്കുമ്പോൾ പഴയ നിയമത്തിൽ when you have to pronounce a curse, people would come together and say amen after the curse. പക്ഷെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വന്നോടുകൂടി the things have changed. There is no more amen after the curse, that there is an amen after every single blessing. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പോവുക കേട്ടോ. സ്തോത്രം. And we have to believe. എനിക്ക് എന്നോട് തന്നെ എനിക്ക് ദൈവം തന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. പക്ഷേ I cannot change you. I can only share with you what God is giving me. And that is what I want to do. നല്ല നിലത്ത് വീണ വെത്ത്. സ്തോത്രം. If you take it, കിളിക്കും കേട്ടോ. സ്തോത്രം. If you don't want it, you'll be really passive. But if you really go after it, സ്തോത്രം, അത് കിടക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ 2 പാരഗ്രാഫ് ഞാൻ ഒത്തിരി റെഫറൻസ് ഒന്നും ചേർക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. സ്തോത്രം. ബൈബിൾ അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം. സ്തോത്രം. ഐ ലൈക്ക് ടു പ്രസന്റ് എന്നെ പാസ്റ്റർ കെ മാത്യു പാസ്റ്ററിന്റെ ഒരു വളരെ ഒരു സ്പിരിച്വൽ ഒരു ലീഡർ. ഞാൻ സ്പിരിച്വലി എന്നെ ഒത്തിരി ഇവിടെ വന്നിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. ബിക്കോസ് പാസ്റ്റർ എപ്പോഴും ഒരു സ്റ്റോറി മോഡലിലെ ഓരോ കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ എനിക്ക് അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ. ഐ ഹാവ് ടേക്കൺ സംതിങ് ഫ്രം ഹിസ് വേ ഓഫ് സ്പീച്ച് ആസ് വെൽ. സോ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ആസ് എ സ്റ്റോറി. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ചിന്തിക്കുന്നത് 2 കാര്യമാണ്, 2 ലൈൻസ്. ഒന്ന് സ്വർഗത്തിൽ നിന്ന്, ഒന്ന് ഭൂമിയിൽ നിന്ന്. The first thing is grow in grace and knowledge. അത് സ്വർഗം നമ്മളോട് പറയുക. Today heaven is telling children of God, you grow in grace and knowledge. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? താഴേന്ന് എല്ലാ മാനവും മഹത്വം തമ്പ്രാനെ നിനക്ക്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഇത് ഒരുമിച്ച് പറയാൻ കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 1-2 ഉപമകൾ, couple of similarities about this particular phrase that we've read. I will try and talk to you. ആദ്യം പറഞ്ഞിരിക്കുന്ന ഗ്രോ എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, if we are dead, we cannot grow. For you and me to grow, you have to be alive. ശരിയാണോ? I am sure. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ ഒത്തിരി കാര്യങ്ങൾക്ക് we can compare this against. ആദ്യം ഒരു സീഡ് നമുക്ക് എടുക്കാം. If you put it into the ground, it will grow. ഒരു ശിശു ആയിക്കോട്ടെ, സ്തോത്രം, a small child, it will grow. ഇല്ലയോ? നല്ല ആഹാരം കഴിച്ച് നല്ലത് കുടിക്കുമ്പോൾ അത് ഗ്രോ ചെയ്യും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങളെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സീഡ് ഇടുമ്പോൾ ഇതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. You have to first prepare the ground. ഇല്ലയോ? നമ്മൾ സീഡ് ഇടുമ്പോൾ God wants us to grow. അപ്പം ഞാൻ ഒരു കൃഷിക്കാരനാണെന്ന് വിചാരിച്ചു. സ്തോത്രം. എനിക്ക് ഞാൻ ഇടുന്നത് ഗ്രോ ആകണമെങ്കിൽ, സ്തോത്രം, what should I do? I should prepare the ground. സ്തോത്രം. അത് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഗ്രൗണ്ടിൽ അത് ഇടണം. സ്തോത്രം. ഹല്ലേലൂയ. If I put the seed to the ground, what is the guarantee that it will grow? ഇന്ന് പകൽക്കാലം
ദൈവം പറയുന്നു ഗ്രോ ചെയ്യണമെന്ന്. പക്ഷേ വാട്ട് ഈസ് ദ ഗ്യാരണ്ടി, വാട്ട്സ് എ കൺഫർമേഷൻ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഗ്രോ? സ്തോത്രം, ഹല്ലേലൂയ. ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റൂട്ട്സ് വേണം, ഇല്ലയോ? ബിക്കോസ് ഈവൻ ദോ യു പ്രിപ്പയർ ദ ഫീൽഡ്, ഓക്കെ, അത് മേളില നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഹൗ ഡു യു നോ വാട്ട് ഈസ് ഡൗൺ? യു ഡോണ്ട് നോ വാട്ട് ഈസ് ഡൗൺ. നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നു യു ഗ്രോ ഓർ യു വിൽ ബി ബ്ലെസ്ഡ്. ഹൗ ഡു യു നോ how you will grow or how you will be blessed? ഇന്ന് പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, ഇതിൽ ഒത്തിരി കാര്യം പത്രോസ് നമ്മളോട് പറയുന്നുണ്ട്. ഒരു വിത്ത് നമ്മൾ ഇടുമ്പോൾ ഒരു വേര് വേണം. ആ വിത്തിനെ കുറിച്ചല്ല, ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു വിത്താണെങ്കിൽ നമുക്ക് എങ്ങനത്തെ വേരുകൾ വേണം, നമ്മുടെ റൂട്ട്സ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വാട്ട് ആർ ദ റൂട്ട്സ് ദാറ്റ് വി ഷുഡ് ഹാവ്? ഒന്ന് കൃപ വേണം കേട്ടോ. വൺ ഓഫ് ദ റൂട്ട്സ് ദാറ്റ് വി ഷുഡ് ഹാവ് ഇസ് ഗ്രേസ് ദാറ്റ് വി ഷുഡ് ഹാവ്. രണ്ടാമത് നമുക്ക് വിശ്വാസം വേണം കേട്ടോ. മൂന്നാമത് നമുക്ക് സ്നേഹം വേണം. പിന്നെ നമുക്കെന്തുവാ? പ്രത്യാശ വേണം, ഹോപ്പ്. അടുത്തത് എന്തുവാന്നറിയാം? യു ഹാവ് ടു ബി വെരി ഹംബിൾ. നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി വേണം. ഈ വേരിനെ കുറിച്ച് സ്തോത്രം ഒത്തിരി പറയുവാനുണ്ട്. സ്തോത്രം, സമയമില്ല, എനിക്ക് മുന്നോട്ട് പോകണം. അപ്പം വേരുകൾ എന്തുവാ? നമുക്ക് കൃപ വേണം, നമുക്ക് വിശ്വാസം വേണം, നമുക്ക് സ്നേഹം വേണം, നമുക്ക് പ്രത്യാശ വേണം, നമുക്ക് ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ വേണം. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഈ വേരുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യമുണ്ട്, പ്രത്യാശയുണ്ട്, സകലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കിടക്കും? ഹൗ വിൽ ബി ഗ്രോ? പക്ഷെ വലിയൊരു ചോദ്യമാണ്, ഡു വി ഹാവ് ദീസ് ഇൻ us? സ്തോത്രം. ഇന്ന് മാഞ്ചസ്റ്ററില് ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്റെ ലൈഫ് വളരെ ഈസിയും വളരെ ബ്ലെസ്ഡുമാണ്. എന്നാൽ മറുഭാഗത്ത് ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? അത് രുചി അറിഞ്ഞവർക്ക് മാത്രമേ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. ഓൺലി ദ പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ക്യാൻ സേ ദിസ്. ഞാൻ പറയുന്ന ഇന്ത്യയിൽ ഇരിക്കുന്ന ആൾക്കാരെ ബ്ലെസ്ഡ് എന്ന്. ഞാനിപ്പം 2 വർഷമായി എൻ്റെ പപ്പായമ്മയും കണ്ടിട്ട്. എനിക്ക് വരുവാൻ വളരെ താല്പര്യമുണ്ട്. സ്തോത്രം. I lost my father-in-law couple of months back. We were supposed to be in India in August. ഞങ്ങൾ 31 തീയതി ഓഗസ്റ്റ് 31 ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് കോവിഡ് കാരണം കൊണ്ട് നാട്ടിൽ വരാൻ ഒക്കത്തില്ല. He passed away on the 30th of August. One day before we were planning to come back from India. We couldn't make it. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവജനമേ, ഞാൻ ചിലപ്പോൾ പറയട്ടെ, പണത്തിനുപരി പല കാര്യങ്ങളുണ്ട്. അത് സ്തോത്രം. when you look, people പറയുമല്ലോ, the other side is always greener. It's not. പാസ്റ്റർ, എനിക്ക് അരുൺ പാസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദാറ്റ് വാട്ടർഫോൾ, ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ സ്തോത്രം. അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ പോകണം. ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ അവിടെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വാട്ടർഫോളും തോടും എല്ലാ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് മൈലുകൾ ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചു പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം, സംടൈംസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താഴ്മപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യം ഞാൻ പറയട്ടെ. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് വേറെ ആൾക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. നമ്മളെപ്പോഴും നമ്മുടെ മുൻപന്തിയിൽ, നമ്മളെപ്പോഴും മുന്നിൽ നിന്ന് എല്ലാത്തിലും നമ്മളാ മുന്നില്.
We submit or we present ourselves ahead of everything. പക്ഷെ ദൈവം പറഞ്ഞ അതല്ല. ദാസത്വത്തിന്റെ ആത്മാവിനെയാ വേണ്ടിയത്. ദാസത്വത്തിന്റെ ആത്മാവ്. അതാ ദൈവം പറഞ്ഞു, what I am going to wash your feet. സ്തോത്രം. എനിക്കത് കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇന്ന് രാത്രികാലം, ദൈവമേ നീ എന്നെ സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവമേ എന്നെ നീ സ്നേഹിക്കുന്ന പോലെ വേറെ ആൾക്കാരെ നീ സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ വേര് വേണം കേട്ടോ. ഇന്ന് പ്രത്യാശ, നമ്മൾ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രത്യാശയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യാശ നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, we don't know. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം. കോവിഡാ ഈ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ ചർച്ചില്. കോവിഡ് കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ചർച്ചിന്. സ്തോത്രം. അപ്പം ദൈവം എന്നോട് മറുഭാഗത്ത്, ഞാൻ ചർച്ചിന്റെ കാര്യങ്ങളിനകത്ത് ഒത്തിരി ഇടപെടത്തില്ല കേട്ടോ. സ്തോത്രം. ഇടപെട്ട് കഴിഞ്ഞല്ലോ പിന്നെ എനിക്ക് ദൈവത്തെക്കുറിച്ചൊന്നും ദൈവിക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഐ എം വൺ ഓഫ് ദ ബാക്ക് ബെഞ്ചേഴ്സ്. എനിക്ക് സൈലന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്ത് പോകണമെന്ന് എനിക്ക് വലിയൊരു താല്പര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാന് ഇത് കേട്ടപ്പം ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഷിബു, കോവിഡ് കൊണ്ട് നിനക്ക് ഇത്രയും ഇങ്ങനെ നിങ്ങളുടെ ചർച്ചും ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ ഇനി മുന്നോട്ട് പ്രയാസവും പ്രതികൂലത്തിന്റെ ദിനങ്ങളാണെങ്കിൽ ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് എന്നോട് ചോദിച്ചു. കോവിഡ് കൊണ്ടൊന്നും ഈ വർഷം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം മുന്നോട്ട് പറഞ്ഞ ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പലതും, പ്രയാസം, പ്രതികൂലം, trials and tribulations ahead. How are you going to work for me? എന്നോട് ചോദിച്ച ചോദ്യം കേട്ടോ, സഭയോടല്ല, എന്നോട് ചോദിച്ചതാ. എന്നാന്നറിയാം, ഞാനൊന്നും ചെയ്തില്ലെന്നാ ദൈവം പറഞ്ഞു. എന്നോട് if God is speaking to me, that means I have not done it. It's not about the church. Okay, it was a wake up call for me. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആ വേരുകൾ, സ്തോത്രം, ഹല്ലേലൂയ, ഈ വേരൊക്കെ ഉണ്ടാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വേരുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കിളുക്കും കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ, കൃപയൊക്കെ ഉണ്ട്, ദൈവ സാന്നിധ്യവും ഉണ്ട്. കിളിക്കുക. കിളുത്തങ്ങ് നമ്മളങ്ങില്ലയോ, God is saying you grow. നമ്മളങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളങ്ങ് ഗ്രോ ചെയ്ത് അങ്ങ് സ്വർഗത്തിലോട്ട് നമ്മൾ മുട്ടി നമ്മൾ ഇരിക്കുമെന്ന് വിചാരിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളങ്ങ് നേരെ പോവുക. നിങ്ങൾക്കൊരു ബ്രാഞ്ചസ് ഇല്ല, ചുമ്മാ നേരെ ഇങ്ങനെ സ്വർഗത്തിലോട്ട് അങ്ങ് മുട്ടിയിരിക്കും. ഒരു സ്കൈ സ്ക്രൈപ്പറിനെ പോലും നേരെ ഇരിക്കും. നിങ്ങൾക്ക് സ്നേഹത്തിന്റെ കൊമ്പില്ല, ഹ്യൂമിലിറ്റിയുടെ ഒരു കൊമ്പുകളോ ബ്രാഞ്ചസോ ഒന്നുമില്ല. Then where will the shadow come from? You will not have the shadow, or if you don't have the branches, how can birds come and perch in it? ഒരു പറക്കുന്ന ഒരു പക്ഷിക്ക് വന്ന് ആ എന്തിനു പറയുന്നേ, ആ ബ്രാഞ്ചസിൽ വന്ന് ഇരുന്ന് ഒരു ആശ്വാസം അവർക്ക് എങ്ങനെ ലഭിക്കും? ഒരു ഷെയ്ഡ് എങ്ങനെ ലഭിക്കും? ഒരു തളർന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ചുമ്മാതങ്ങ് മേളിലോട്ട് പോകുന്ന ഒരു വൃക്ഷമല്ല, നല്ല ചൂടടിക്കുവാണെങ്കിൽ ഒരു ഷാഡോ ആ ട്രീക്ക് തരാൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് ഗുണം? Is there a meaning to that tree? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം വെറും ഗ്രോ ചെയ്യുവല്ല, നമുക്ക് ചില ബ്രാഞ്ചസുകളൊക്കെ വേണം, സ്നേഹത്തിന്റെയൊക്കെ. സ്തോത്രം. അത് മാത്രമല്ല ദൈവം പറയുന്നത്, സ്തോത്രം, നിങ്ങള് you should bear fruit as well. വല്ലവരും വീട്ടില് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഒരു ആവശ്യക്കാരനുണ്ടെങ്കിലേ, സ്തോത്രം, നമുക്ക് കൊടുക്കുവാനുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ വേണം. സ്തോത്രം. ആ വൃക്ഷത്തിന്റെ കീഴിൽ ഒരാള്, സ്തോത്രം, വിശന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് പറിച്ച് കഴിക്കാനേ വളരെ ആഗ്രഹത്തോട് വരുന്നുടനെ നമ്മുടെ ആ, സ്തോത്രം, if we are that tree, നമ്മളിൽ അത് ഉണ്ടായിരിക്കണം കേട്ടോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പത്രോസ്, സ്തോത്രം, പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവം പറയുന്നു, ഗ്രോ ഗ്രോ ഗ്രോ. അതുമല്ല, ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് നോളജ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തില്
When someone is trying to attack me, I go on Facebook, I go on WhatsApp, and I want to clarify my position. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നേ, നീ ബുദ്ധി ഉള്ളവൻ ആയിരിക്കണം. സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് സ്തോത്രം വെള്ളം വീഞ്ഞാക്കിയെന്ന് വായിച്ചു. പക്ഷെ അവിടെ ഒരു പ്രവൃത്തി നടന്നു. എനിക്കറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് പറഞ്ഞതാ. മറിയ വന്ന് യേശുവിനോട് പറയുക, സ്തോത്രം, നീ എന്തുവേലും ചെയ്യ്. ഈ ദൈവം എന്തോ ഈ യേശു എന്തോ പറഞ്ഞെന്നറിയാം. സ്വന്തം അമ്മയോട് പറയുക, അമ്മേ നീ അമ്മേ എന്നല്ല പറഞ്ഞേ, സ്ത്രീയെ, വൈ ഡു യു ബോദർ മീ? എന്നെ എന്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? ജസ്റ്റ് ലീവ് മീ അലോൺ. ഇത് സ്വന്തം അമ്മയോടാ പറയുന്നതെന്ന് ഓർക്കണം. യേശു സ്വന്തം അമ്മയോടാ, ജനിച്ച അമ്മയോടാ പറയുന്നത്. ഇതും കേട്ടിട്ട് മറിയ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. ഷീ വിഡ്രൂ. യേശുവിന്റെ സ്നേഹിതനോട് പറഞ്ഞു, സ്തോത്രം, അവൻ പറയുന്ന അങ്ങ് ചെയ്തേക്കണം കേട്ടോ. അവനെ പറയുന്നത് അങ്ങ് ചെയ്തിരിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, മറിയ didn't retaliate. പക്ഷെ അവന്റെ പുത്രൻ ആരാണെന്ന് മറിയക്കറിയായിരുന്നു. She didn't retaliate or say a single word, but she knew exactly what she had to do. അവന്റെ സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ പറയുന്നത് അങ്ങ് ചെയ്യണം. Because she knew exactly what she was going to do. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മൾ മറിയാണോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടോ? നമ്മൾ എനിക്ക് പറയാൻ ഒക്കില്ല, ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടോ? അതിന്റെ ആൻസർ ഇസ് നോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ക്രിസ്തീയ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഈ വായിച്ച വാക്കുകൾ, ഇറ്റ്സ് നോട്ട് ഇംപ്ലിക്കബിൾ ഫോർ മീ. ഇത് എനിക്കത് ഞാനത് ഏറ്റെടുക്കണം. ആൻഡ് ഐ ഹാവ് ടു പ്രിപ്പയർ മൈസെൽഫ് ഫോർ ഇറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. ഒരു കുഞ്ഞുണ്ടായി, ഈ കുഞ്ഞിന് വളർച്ചയില്ലെങ്കിൽ ഹി ഈസ് ഡിഫോംഡ്. ഇല്ലയോ? ഒരു കുഞ്ഞിന് വളർച്ചയില്ലെങ്കിൽ ഹി ഈസ് ഡിഫോംഡ്. എന്നേരം ഇവിടെ ദൈവം പറയുന്നത് ഗ്രോ ചെയ്യാനാ പറയുന്നത്. പക്ഷെ ഈ കുഞ്ഞ് ഈസ്, വി കോൾ ഹിം ഡിഫോംഡ് ചൈൽഡ്. അവന് എത്ര കൊടുത്താലും എത്ര ലഭിച്ചാലും ഹി സ്റ്റിൽ ഒരു ശിശുവായി ജീവിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടെ രാത്രിയായി എന്നറിയാം, ഇവിടെ ഉച്ച മാത്രമേ ആയിട്ടുള്ളൂ. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, എന്നെ നീ ഈ വർഷം മേളിലോട്ടല്ല, പക്ഷെ താഴോട്ട് എന്നെ ഒരു ഡൗൺവേർഡ്സ് എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം. ചില വേരുകൾ ഈ വർഷം എന്നിൽ സ്തോത്രം ഒന്ന് കിളുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ആ അപ്പർ കോറിൽ മാത്രമല്ല, ഇത് ചെന്ന് തുളച്ച് ഇറങ്ങിച്ചെല്ലണം കേട്ടോ. എന്നാലേ ഒരു വലിയൊരു വൃക്ഷമായി ആയിരിക്കാൻ ഒക്കത്തുള്ളൂ. വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ അത്രയും കുഴിക്കണ്ടായി. അതുപോലെ തന്നെ വലിയൊരു വൃക്ഷമാണെങ്കിൽ നമുക്ക് യു ഹാവ് ടു ഗോ വെൽ ബിലോ ദ സ്ട്രേതം ഓഫ് ദാറ്റ് ഗ്രൗണ്ട്. വെൽ ബിലോ നമുക്ക് പോണ്ടി വരും. അതിനുവേണ്ടി വലിയ വലിയ റൂട്ട്സ് നമുക്ക് വേണം. കൃപയുടെ റൂട്ട്, ഫെയ്ത്ത്, വിശ്വാസം, സ്നേഹം, ഹംബിൾനെസ്. ദൈവമേ, ഇന്ന് പകൽക്കാലം എനിക്ക് പറയാൻ കഴിയും, എനിക്കതില്ല ദൈവമേ. ഈ വർഷം എന്നെ ഉയർത്തുവല്ല, പക്ഷെ എന്നെ താഴോട്ടൊന്ന് പണിതെടുക്കണമേ. ചില വേരുകൾ എന്നിൽ ഒന്ന് മുളയ്ക്കട്ടെ, ഒന്ന് താഴോട്ട് ഒന്ന് വളരുക. ഈ താഴോട്ട് വളർന്ന എന്ത് പറ്റുമെന്നറിയാം? നമ്മൾ മേളിലോട്ട് വളരും കേട്ടോ. സ്തോത്രം. സംടൈംസ് rather than asking big, ask small. അതാ എന്നെ ജീവിതത്തിൽ പഠിപ്പിച്ചത്. സ്തോത്രം. ഒത്തിരി സമയമായി, ഞാൻ പാതി പോലുമായില്ല. I am going to conclude here. I want to say many things. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു? ദൈവം പറയുന്നു സ്വർഗത്തിൽ നിന്ന്, നിങ്ങൾ ഗ്രോ ചെയ്യണം.
ജ്ഞാനത്തിൽ, പരിജ്ഞാനത്തിൽ, എല്ലാത്തിലും നിങ്ങൾ ഗ്രോ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ താഴെ പറയുന്നു, എല്ലാ മാനമഹത്വം നിനക്ക്. സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്ക്. അത് പറയുവാൻ ഒത്തിരി കാരണമുണ്ട്. ബിക്കോസ് പത്രോസ് ഇത് രുചിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. പത്രോസ് ഇത് പറഞ്ഞ പ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ്. സ്തോത്രം. പത്രോസിന് ആമേന്ന് പറയുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടത്തെ കാലത്തൊക്കെ എനിക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം പണ്ടത്തെ കാലത്ത് when they chose a king, what they used to do is, അവർ ഒരു കിങ്ങിനെ ചൂസ് ചെയ്യുമ്പോൾ they used to bring that person ahead. The priest used to come and pour oil on them. And അവര് അത് pour oil ചെയ്ത് കഴിയുമ്പോൾ what they used to do is they used to bless. Everyone used to bless him and say, Lord, bless the king. അത് പറയുവാൻ ഒരു കാരണമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാന്നറിയാമോ? ഇവരുടെ രക്ഷ, ഇവരുടെ അനുഗ്രഹങ്ങൾ is all resting on this king. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം നമുക്ക് കാണാൻ കഴിയുമോ യേശുവിനെ? സിയോൻ പർവ്വതത്തിന്മേൽ മരണത്തെയും ശാപത്തെയും രോഗത്തെയും ജയിച്ച ഈ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയുമോ, എന്റെ ദൈവമേ, സകല മാന മഹത്വം ഇന്നും എന്നേക്കും നിനക്ക്. ആമേൻ എന്ന് പറയാൻ കഴിയുമോ? ഇന്ന് പറയാൻ അത് കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം, ദൈവം നമുക്ക് അവസരം തരികയാണ്. സ്തോത്രം. സ്വർഗം ആഗ്രഹിക്കുന്നു. He is willing to give it to you. He has already given it. പക്ഷേ ഇന്ന് പകൽക്കാലം are we able to receive? Are we able to prepare ourselves? Because he wants to extend the boundaries, not just of our spiritual life, but in every single way. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അത് നമുക്ക് ഏറ്റു പറഞ്ഞ് അതനുസരിച്ച് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. എനിക്ക് തോന്നുന്നില്ല ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. സ്തോത്രം. എവ്രി പെറ്റി തിങ്. ഞാൻ ഒരു കാര്യം, ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. സ്തോത്രം. ഐ വോണ്ട് ടു കൺക്ലൂഡ്. സ്തോത്രം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കണേ. സ്തോത്രം. ഒരു ദിവസം എന്റെ മൂത്ത ഒരു കുഞ്ഞുണ്ട്, അവളുടെ പേര് അനുഷ്ക എന്നാ. സ്തോത്രം. ഹല്ലേലൂയ. അവക്ക് ഒരു സൈഡിലത്തെ ഒരു പല്ലിങ്ങനെ പോയി. ആ പല്ല് 6-7 മാസമായി. ഇറ്റ്സ് നോട്ട് ഗ്രോയിങ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഗ്രോ ചെയ്യുന്നില്ല പല്ല്. ഞാന് അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ പല ആൾക്കാർ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ അതൊരു ചിരിച്ച് അതിന് മറുപടിയൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഒരു ദേവദാസൻ എന്റെ വീട്ടിൽ കയറി വന്നു. എന്നോട് പറഞ്ഞു, മോളെ, പല്ലൊക്കെ പോയി ഇല്ലേ? ഒരെണ്ണം മാത്രമെന്നാ ഇങ്ങനെ പോയി നിൽക്കുന്നത്, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അന്നേരം ഞാൻ ദേവദാസനോട് പറഞ്ഞു, ദേവദാസ, ഒരു നല്ലൊരു സമയമായി പല്ല് ഇതുവരെ കിളുത്തിട്ടില്ല. സ്തോത്രം. ഷോ ഷിബു, അങ്ങനാണോ? നമുക്ക് പല്ലിനു വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് പറയുക. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പല്ലിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. സ്തോത്രം. You know, sometimes that single thing in life. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ കാര്യം പറയുന്നത്. ഈ ദേവദാസൻ പ്രാർത്ഥിച്ചു. അമേരിക്കയിൽ നിന്ന് വന്ന് കോശി വൈദ്യൻ പാസ്റ്റർ ആയിരുന്നു അത്. ഈ ദേവദാസൻ പ്രാർത്ഥിച്ചു കേട്ടോ. യു വോണ്ട് ബിലീവ്, നെക്സ്റ്റ് മന്തിലില്ലയോ ഈ പല്ല് സ്റ്റാർട്ടഡ് ടു ഷൂട്ട് ഔട്ട്. ദൈവജനമേ, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ചെറിയ കാര്യമാണ്. പക്ഷെ ദൈവസന്നിധി ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാനൊരു പിതാവാണ്. പക്ഷേ
ദൈവം എന്നോട് ചോദിക്കുന്നു, ഇവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? രാത്രി യാമങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ തല കൈവച്ച് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ, ഇവിടത്തെയൊക്കെ നിങ്ങൾക്കറിയാം, യു കെയിൽ സ്പിരിച്വാലിറ്റി is gone. This is an atheist country. There is no Christians in here. അതിന്റെ മധ്യത്തിൽ millions of people ne deivam loka rajyangalne konduvanondirikke. You won't believe, I have a strong belief that this country will be built not through this people but through the people of the world. Oru velliyoru kootam janathe deivam ivide konduvanondirikkua, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരു നല്ല ഒരു സുഗന്ധവാസനയായി, നല്ല ഒരു അരോമ ആയി നമ്മൾ സഭയ്ക്ക് ഉള്ളിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും നമ്മളെ നോക്കുമ്പോൾ ദൈവത്തെ കാണുന്ന ഒരു ആ ഹ്യൂമിലിറ്റി ഒക്കെ ഒന്ന് ആ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം അരവിന്ദ് ബ്രദറെ, സ്തോത്രം, ഹല്ലേലൂയ. കാണുമ്പോഴൊക്കെ ഇല്ലയോ ആൾക്കാർ പറയണം, സ്തോത്രം, ഹല്ലേലൂയ. അരവിന്ദ് ബ്രദർ ഒരു പേഴ്സണാലിറ്റിയാണ്, സംതിങ് ഡിഫറെന്റ് ആണെന്ന് പറയണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അങ്ങനത്തെ ഓരോ ആൾക്കാരും എന്നാന്നറിയാമോ? നിങ്ങളുടെ സഭയെ ഉയർത്തുവല്ല, നമ്മുടെ ദൈവത്തെ. സ്തോത്രം. കൊടുക്കുവാനൊക്കെ കയ്യിലെ ദൈവമില്ലയോ? തരും കേട്ടോ. ഒന്നും കരുതേണ്ട ആവശ്യമില്ല, ദൈവം തന്നെ തരും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, ഗ്രോ ഇൻ നോളജ് ആൻഡ് വിസ്ഡം. ചന്തം ഉചിതമായി. സ്തോത്രം. നമ്മൾ നടക്കുന്ന ആർക്ക് വേണ്ടി, ജീവിക്കുന്ന ആർക്ക് വേണ്ടി, മരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് വളരെ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ. There is no one else that we should convince except for our Lord. ഇന്ന് രാത്രികാലം, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ എന്ന് പറയുവാൻ ദൈവം ഒരു അവസരം ഒരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ അവസരം തന്നെ, എനിക്കറിയാം ഒത്തിരി ലേറ്റ് ആയി. I have probably gone 10-15 minutes more than what it is. I apologize for taking such a time. പ്രത്യേകിച്ച് അരുൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു, വൈഫിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വന്ന് കേട്ട് ഓരോരുത്തർ, ഹല്ലേലൂയ, ശ്രവിച്ച് എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഈ സെർമണിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവജനം ക്ഷമിക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും അറിയത്തില്ല, എന്നാലും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. 2021 നമുക്കെല്ലാവർക്കും, സ്തോത്രം, ഒരു വിശാലത, നോട്ട് ജസ്റ്റ് ബ്ലെസ്സിങ്സ്, ഒരു ഡൗൺവേർഡ് ബ്ലെസ്സിങ്, സോ ദാറ്റ് വി ക്യാൻ റീച്ച് ഔട്ട് ടു മെനി ആൻഡ് ബി എ ബ്ലെസ്സിങ്. സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വരവ് അടുത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടിയ, ഹല്ലേലൂയ, നോട്ട് ദ ട്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ് but the treasures of our personality. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആ ട്രഷർ ആ ദൈവത്തിന് വേണ്ടി, so that we can be taken along with him when he comes. ആ പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് വരട്ടെ. ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മൾ ദൈവത്തോട് എടുക്കപ്പെടുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless. Thank you. Arun, you may say a few words. Praise God, Brother Shibu. Thank you for sharing the word of God. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല മലയാളമായിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ സംസാരിച്ചു. ദൈവാത്മാവ് ശക്തമായിട്ട് ഉപയോഗിച്ചു. അതിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി വളരെ ക്വിക്കായിട്ട് കടന്നു വരാനായിട്ട് ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും റൂട്ടഡ് ആക്കുവാൻ പറ്റും. ആ സ്നേഹത്തിൽ റൂട്ടഡ് ആക്കുവാൻ, കൃപയിൽ റൂട്ടഡ് ആക്കുവാൻ, വിശ്വാസത്തിൽ റൂട്ടഡ് ആക്കുവാൻ ദൈവം ഈ നാളുകളിൽ 2021 ഓരോ ഇൻഡിവിജ്വൽസിനെയും ആ രീതിയിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേട്ടതായിട്ടുള്ള ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ അത് ശക്തമായി ചലനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, താനായിരിക്കുന്ന സ്ഥലത്തെയും സഭയെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ലഭിച്ചതായിട്ടുള്ള ദൂതിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു.
കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ അങ്ങയുമായിട്ടുള്ള ആ സാമീപ്യം അത് കുറച്ചുകൂടി റൂട്ടഡ് ആയി തീരുവാൻ ഈ ഒരു വർഷം ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് പലതും പഠിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് താഴ്മ ഉണ്ടാകും, ഞങ്ങൾക്ക് കർത്താവേ ദാസത്വം ഉണ്ടാകും. കൃപയിൽ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ഞങ്ങളുടെ ഫോക്കസ് ഇരിക്കേണ്ടത്, മറിച്ച് ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാൻ, സ്നേഹത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഷിബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടി വരുന്ന സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാഞ്ചസ്റ്റർ ആ രാജ്യത്തെ ആ പ്ലേസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരുപാട് റിവൈവലുകളും ഒക്കെ പല സ്ഥലങ്ങളിൽ നടന്ന സ്ഥലമാണ് കർത്താവെ. ഞങ്ങൾക്കറിയാം, പൂനെയിൽ കടന്നു വന്നതായിട്ടുള്ള ദേവദാസൻ UTC സ്ഥാപിക്കുവാൻ തക്കവണ്ണം എല്ലാം കഴിഞ്ഞതായിട്ടുള്ള വ്യക്തി വില്യം കേറി എന്ന വ്യക്തി ആ ദേശത്തു നിന്ന് കടന്നു വന്നതാണ്. അതുപോലെ മറ്റനേകര് കർത്താവെ ആ ദേശത്തു നിന്ന് കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, ആ ദേശത്തെ നശിപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ പുതിയ പദ്ധതികൾ ദൈവം കർത്താവെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ അങ്ങ് കടാക്ഷിക്കണമേ, ആ ദേശത്ത് അങ്ങ് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മഹത്വമെടുത്താട്ട് ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് ചോദിക്കുന്നതാകുന്നു. ആമേൻ. പാസ്റ്റർ ആശീർവാദം പറഞ്ഞിട്ട് നമുക്കൊരു ചില മിനിറ്റുകൾ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ കേട്ടതായിട്ടുള്ള തിരുവചനത്തോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കൂടെ ഇന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശക്തീകരിച്ച് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.